തൊട്ട് നമ്മളെ സദ്ദാം ഹുസൈൻ മുതൽ ഉസാമ മുതൽ അങ്ങനെ ഒട്ടനവധി ആൾക്കാരുടെ ഫോട്ടോകൾ കുട്ടികൾ ഒരു രസത്തിന് വേണ്ടി ഇത്തരം വേദികളിൽ ഉപയോഗിക്കാറുണ്ട്. അവരിപ്പോ ഈ പലസ്തീൻ വിഷയങ്ങളൊക്കെ കത്തി നിൽക്കുന്ന സദ്ദാം ഹുസൈനും ബിൻ ലാദനും ഒക്കെ ഒരു തമാശയ്ക്ക് വേണ്ടി നമുക്ക് ചുമ്മാ ചിരിക്കാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ, ഇങ്ങനെയുള്ള അവസരങ്ങൾ ഇങ്ങനെയുള്ള ഉത്സവങ്ങളിലൊക്കെ എന്തെങ്കിലും ചിരിക്കാൻ വേണ്ടേ, അതിനുവേണ്ടി തമാശയ്ക്ക് കുട്ടികളെടുത്ത് പൊക്കി കാണിക്കുമെന്ന് മെയിൻ കമ്മിറ്റി ഇതിങ്ങനെ ഒരു ഉത്സവം നടത്തുന്നത് എല്ലാ തരത്തിലുള്ള ജാതി മത രാഷ്ട്രീയ എല്ലാവരും ചേർന്ന് കൊണ്ട് നടത്തുന്ന ഒരു പ്രോഗ്രാമാണിത്. അല്ലാതെ ഒരിക്കലും ഇതൊരു ഒരു പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഒരു മതത്തിന്റെയോ മറ്റുള്ള കാഴ്ചപ്പാടിൻ്റെതോ അല്ല. അപ്പോൾ നമ്മുടെ ഹുസൈൻ തട്ടത്താഴത്ത് അവിടുത്തെ നാട്ടുകാരനായ പൊതുപ്രവർത്തകനായ അദ്ദേഹം പറയുന്നത് ഇത് ജനങ്ങളെല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്ന പരിപാടിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഹിന്ദു ഐക്യവേദി ആയിരിക്കണം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഏട്ടൻസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വൈശാഖ് പുന്നശ്ശേരി. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഹമാസ് നേതാക്കളെ ഉയർത്തിപ്പിടിച്ചും കൊണ്ട് ഉറൂസിൻ്റെ ഭാഗമായിട്ട് നടന്ന ഒരു ഘോഷയാത്ര എന്നൊക്കെ അതിനെ പറയാൻ പറ്റുമോ എന്തോ. സാധാരണ ഇതുപോലെ പള്ളികളുടെ ഉത്സവത്തിലും മറ്റുമൊക്കെ ആനയെ എഴുന്നള്ളിച്ചുകൊണ്ടുള്ള പരിപാടികളൊന്നും കണ്ടിട്ടില്ല. പിന്നെ അതൊരു ദേശോത്സവം എന്ന രീതിയിലൊക്കെയാണ് പറയുന്നത് കേട്ടത്. അപ്പോൾ എന്ത് ദേശത്തിൻ്റെ ഉത്സവത്തിൻ്റെ പേരിലാണെങ്കിലും കാണിച്ചു വച്ചിരിക്കുന്ന പോക്കൃത്തനം എന്ന് പറയുന്നത് അത്രത്തോളം ഉണ്ട്. നമുക്ക് എന്തായാലും ആ ഒരു വാർത്ത ആദ്യം ഒന്ന് കണ്ട ശേഷം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാനുണ്ട്. ഓക്കെ. പാലക്കാട് തൃത്താലയിൽ ഹമാസ് നേതാക്കളുടെ ചിത്രങ്ങളുമായി പള്ളി നേർച്ച. ഉറൂസിന്റെ ഭാഗമായി നടന്ന ആന എഴുന്നള്ളത്തിലാണ് ഹമാസ് നേതാക്കളുടെ ചിത്രം ഇടം പിടിച്ചത്. നേതാക്കളായ ഉസ്മയിൽ ഹനി, യഹിയ സിൻവാർ എന്നിവരുടെ ചിത്രങ്ങളാണ് ആനപ്പുറത്ത് എഴുന്നള്ളിച്ചത്. ഷംന ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. രഞ്ജിത്ത്, ഈ തൃത്താല നേർച്ച എന്ന് പറയുന്നത് ആദ്യകാലങ്ങളിൽ അത് തീർത്തും പള്ളി നേർച്ചയായി തന്നെയായിരുന്നു ആചരിച്ചു വന്നിരുന്നത്. അല്ലെങ്കിൽ ഒരു മതവിഭാഗം മാത്രമായിരുന്നു അത് ആചരിച്ചിരുന്നത്. പക്ഷെ പിന്നീട് അത് അല്ലെങ്കിൽ ഇപ്പോഴത് ഒരു ദേശം മുഴുവൻ, അതായത് ആ നാട് മുഴുവൻ ആഘോഷിക്കുന്ന, ജാതി മത ഭേദമന്യേ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു ദേശോത്സവമായി തന്നെയാണ് തൃത്താല നേർച്ച ഇപ്പോൾ ആഘോഷിക്കപ്പെടുന്നത്. ഇതിലാണ് ഈ ഹമാസ്, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഒരു ചടങ്ങ് എന്ന് വേണമെങ്കിൽ പറയാം. പള്ളിയുടെ ഭാഗമായിരുന്നു, മുസ്ലിം പള്ളിയുടെ ഭാഗമായിരുന്നു. അത് പിന്നെ നാട്ടുകാർ കൂടി ഏറ്റെടുത്ത് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാട്ടിലെ ജനങ്ങളുടെ ആ ഒരു മനോഭാവം എന്തെന്ന് മനസ്സിലാക്കുക. അവിടെയാണ് ഈ പുഴുക്കുത്തുകൾ വന്നത് എന്നതാണ് തീർത്തും ദൗർഭാഗ്യകരം. ഇത് നമ്മുടെ പാകിസ്ഥാനിലോ ഒന്നും സംഭവിച്ച കാര്യമൊന്നുമല്ല. നമ്മുടെ കേരളത്തിലെ പാലക്കാട് എന്നുള്ള ജില്ലയിൽ സംഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരം. ഹമാസ് നേതാക്കളുടെ ചിത്രങ്ങളുമായി എത്തിയിരിക്കുന്നത് ഈ നേർച്ചയുടെ ഭാഗമായുള്ള ഘോഷയാത്രയിൽ ഈ ആനകളുടെ ഈ തിടമ്പിന് പകരം ഈ നേതാക്കന്മാരുടെ ഈ ഫോട്ടോ പൊക്കി കാണിക്കുകയായിരുന്നു. ഹമാസ് നേതാക്കളായ ഇസ്മായിൽ ഹനിയ, യഹിയ സിൻവാർ, അതുപോലെ ഹിസ്ബുള്ള നേതാവായ ഹസൻ നസ്രുള്ള, ഈ 3 നേതാക്കന്മാരുടെ ഫോട്ടോകളാണ് ഉയർത്തിക്കാട്ടിയത്. ഇതിൽ ഉയരുന്ന ഒരു വിവാദം, അത് കുട്ടികളടക്കം, ചെറിയ കുട്ടികളുടെ അടക്കം കൈകളിൽ ഇവരുടെ ഫോട്ടോകൾ ഉണ്ടായിരുന്നു. ഒപ്പം വലിയ രീതിയിലുള്ള ആർപ്പുവിളികളും ഈ ആഘോഷത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു ഈ നേതാക്കന്മാരുടെ ഫോട്ടോ ഉയർത്തിയ സമയത്ത്. അതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നത്. പാക് അനുകൂല നിലപാടെടുക്കുന്ന ഇത്തരം നേതാക്കന്മാരുടെ ഫോട്ടോകൾ എന്തിനാണ് ഈ കേരളത്തിലെ ഒരു ആഘോഷത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യം അവർക്കെതിരെ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ നമ്മുടെ ആഘോഷത്തിൽ എന്തിനാണ് ഈ നേതാക്കന്മാരുടെ ഫോട്ടോ ഉയർത്തിക്കാട്ടുന്നത്? അല്ലെങ്കിൽ ഒരു ദേശത്തിന്റെ ഉത്സവം അക്ഷരം തെറ്റാതെ തന്നെ വിളിക്കാം. ഇങ്ങനെയുള്ള തീവ്രവാദികളെ എന്തിനാണ് നമ്മുടെ ചടങ്ങുകളിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അത് അത്ര വളരെ നിഷ്കളങ്കമായിട്ടുള്ള, കളങ്കരഹിതമായിട്ടുള്ള, അബദ്ധത്തിന് വന്നു പോയിട്ടുള്ള സംഭവങ്ങളൊന്നുമല്ല. അത് ബോധപൂർവം വന്നിട്ടുള്ളതാണ്. അത് അവരുടെ മനസ്സിൻ്റെ, അതായത് അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ വന്നത് തന്നെ എന്ന് വേണം മനസ്സിലാക്കാനുള്ളത്. യഥാർത്ഥത്തിൽ ഇവിടെ കാര്യങ്ങൾ അറിയാത്തതിൻ്റെ ഒരു വലിയൊരു കുറവ് കൂടെ ഇവിടെ ഉണ്ട്. ഒരു വലിയൊരു വിഭാഗം മതത്തിൻ്റെ ഭാഗമായി മുസ്ലിം ജനങ്ങൾക്കിടയിൽ ഈ പറഞ്ഞതുപോലെ ഹമാസിനെ ഒരു വലിയ പോരാളികളായി ചിത്രീകരിക്കുന്ന ഒരു രീതിയുണ്ട്. തികച്ചും തെറ്റായിട്ടുള്ള ഒരു നടപടിയാണ്. നിങ്ങൾ അങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തീർത്തും നിങ്ങൾ വളരെയധികം മാനിപ്പുലേറ്റഡ് ആണ്. നിങ്ങൾ ആരൊക്കെയോ പറഞ്ഞ് നിങ്ങളെ വിശ്വസിപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ ഒരു കാര്യം. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു സ്ഥലവും അവിടുത്തെ കാര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ യാഥാർത്ഥ്യ ബോധം മനസ്സിലാവാത്തത് കൊണ്ടാണ്.
സത്യത്തിൽ ഈ ഹമാസ് എന്ന് പറയുന്ന ഈ ഒരു തീവ്രവാദ സംഘടന ഒറ്റ കാരണം കൊണ്ടാണ് പാലസ്തീൻ ജനത ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ കൊടുത്തിരിക്കുന്നത് കൊച്ചു കുട്ടികളാണ്, തമാശയാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞും കൊണ്ട് കുറച്ച് കാര്യങ്ങൾ വന്നു. നമുക്ക് അതും കൂടെ ഒന്ന് കാണേണ്ടതുണ്ട്. ഇതിനെയൊക്കെ വെളുപ്പിക്കാൻ പെടുന്ന പാടെ. അതിന് പുറമെ എനിക്ക് ഉറൂസിനോട് അനുബന്ധിച്ചല്ലേ ഈ ദേശോത്സവം? എന്താണ് അത് തമ്മിലുള്ള വ്യത്യാസം? എങ്ങനെയാണ് അത് കൂടി താങ്കളൊന്ന് വിശദീകരിക്കുക. എന്ന നിലയ്ക്ക് ഞാൻ പറയട്ടെ, നാടിന്റെ ഒരു ഉത്സവമായിട്ട് ചെറുപ്പക്കാരാണ് അതിലധികം ഉള്ളത്. അങ്ങനെയുള്ള പലതരത്തിലുള്ള സബ് കമ്മിറ്റികളുണ്ട്. മെയിൻ കമ്മിറ്റി ഇതിങ്ങനെ ഒരു ഉത്സവം നടത്തുന്നത് എല്ലാ തരത്തിലുള്ള ജാതി മത രാഷ്ട്രീയ എല്ലാവരും ചേർന്ന് കൊണ്ട് നടത്തുന്ന ഒരു പ്രോഗ്രാമാണിത്. അല്ലാതെ ഒരിക്കലും ഇതൊരു ഒരു പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഒരു മതത്തിന്റെയോ മറ്റുള്ള കാഴ്ചപ്പാടിൻ്റെതോ അല്ല. അപ്പോൾ നമ്മുടെ ഹുസൈൻ തട്ടത്താഴത്ത് അവിടുത്തെ നാട്ടുകാരനായ പൊതുപ്രവർത്തകനായ അദ്ദേഹം പറയുന്നത് ഇത് ജനങ്ങളെല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്ന പരിപാടിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഹിന്ദു ഐക്യവേദി ആയിരിക്കണം നമ്മുടെ ഈ ഹമാസിൻ്റെ നേതാക്കളെയൊക്കെ പൊക്കി പിടിച്ചത്. കാരണം അവർക്കല്ലേ അവരുമായിട്ടുള്ള അടുത്ത ബന്ധമുള്ളത്. അതാണ് അങ്ങനെ വരാനേ വഴിയുള്ളൂ. അങ്ങനെയുള്ള ചെറുപ്പക്കാർ ഹിന്ദു ഐക്യവേദിയുടെയും BJPയുടെയും RSSൻ്റെയും പ്രവർത്തകരായിരിക്കണം അങ്ങനെ ചെയ്തത്. അല്ലാതെ മുസ്ലിം പ്രവർത്തകരാരും അങ്ങനെ ചെയ്യേണ്ട യാതൊരു കാര്യവും ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇദ്ദേഹം പറഞ്ഞതിൽ നിന്നും. നമ്മളെ സദ്ദാം ഹുസൈൻ മുതൽ ഉസാമ മുതൽ അങ്ങനെ ഒട്ടനവധി ആൾക്കാരുടെ ഫോട്ടോകൾ കുട്ടികൾ ഒരു രസത്തിന് വേണ്ടി ഇത്തരം വേദികളിൽ ഉപയോഗിക്കാറുണ്ട്. അവരിപ്പോ ഈ പലസ്തീൻ വിഷയങ്ങളൊക്കെ കത്തി നിൽക്കുന്നൊരവ സദ്ദാം ഹുസൈനും ബിൻ ലാദനുമൊക്കെ ഒരു തമാശയ്ക്ക് വേണ്ടി നമുക്ക് ചുമ്മാ ചിരിക്കാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? ഇങ്ങനെയുള്ള അവസരങ്ങൾ, ഇങ്ങനെയുള്ള ഉത്സവങ്ങളിലൊക്കെ എന്തെങ്കിലും ചിരിക്കാൻ വേണ്ടേ? അതിനുവേണ്ടി തമാശയ്ക്ക് കുട്ടികളെടുത്ത് പൊക്കി കാണിക്കുമെന്ന്. എടേ, ഇയാളൊക്കെ ഏത് ലോകത്താണ്? അണ്ണാ, നിങ്ങൾ നമ്മുടെ ബിർള വൈറ്റ് വാൾപെയർ കുട്ടി ഒരു 10-50 കോട്ടടിച്ചാലും വെളുക്കുമെന്ന് തോന്നുന്നില്ല. എടേ, സദ്ദാം ഹുസൈനെയൊക്കെ ബിൻ ലാദനെയൊക്കെ എന്ത് നിസാരമായിട്ടാണ് ഇദ്ദേഹം വിവരിച്ചിരിക്കുന്നത് നോക്കിയേ. ലോകം കണ്ട 1-ാം നമ്പർ തീവ്രവാദി അതാണ് ഈ പറഞ്ഞ ബിൻ ലാദൻ. അതുപോലെ തന്നെ ലോകം കണ്ട ഏറ്റവും ക്രൂരനായിട്ടുള്ള ഒരു ഏകാധിപതി സദ്ദാം ഹുസൈൻ. ബിൻ ലാദനെ പറ്റി ഞാൻ കൂടുതൽ ആർക്കും പറഞ്ഞു തരണ്ടെന്ന് വിശ്വസിക്കുന്നു. അൽ ഖ്വയ്ദ തലവനായിരുന്നത്, നമ്മുടെ വേൾഡ് ട്രേഡ് സെൻറ്റർ അറ്റാക്കിന് നേതൃത്വം നൽകിയ, അതായത് അത്രയും വലിയൊരു ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയ അൽ ഖ്വയ്ദ എന്ന ഭീകര സംഘടനയുടെ തലവനെ പറ്റിയാണ് ഈ പറയുന്നത്. ഇവരെയൊക്കെ ഒരു തമാശയ്ക്ക് ഇങ്ങനെയുള്ള ഉത്സവങ്ങളിൽ എടുത്ത് പൊക്കുന്ന പതിവുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ മനുഷ്യൻ്റെയൊക്കെ മാനസികാവസ്ഥ എത്രത്തോളം ഡിസ്റ്റർബ്ഡ് ആണെന്നുള്ളത് നോക്കി നോക്കണം. ഈ ചെയ്യുന്നതെല്ലാം തമാശയുടെ ഭാഗമാണ്. ഈ ഹമാസിൻ്റെ കാര്യം പോയിട്ട് ഇപ്പോൾ പുള്ളി പറഞ്ഞു നിർത്തിക്കുന്നത് ഇപ്പോൾ ഉസാമ ബിൻ ലാദൻ്റെ കാര്യങ്ങളിലാണ്. അതിലൊക്കെ ആർക്കെങ്കിലും ഒരു ചർച്ച തന്നെ വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ ഇവരുടെയൊക്കെ ഈ പറഞ്ഞതുപോലെ ഇവരുടെയൊക്കെ ഉള്ളിൽ കിടക്കുന്നതാണ് ഈ പുറത്ത് വരുന്നത്. അവരോടുള്ള ആരാധന, വീരാരാധന, അതുമാണ് ഈ കാണിക്കുന്നത്. അതുകൊണ്ടല്ലേ ഇപ്പം നമുക്കൊരു എത്ര ക്രൂരനായാലും ഒരു മനുഷ്യനോട് ആരാധന തോന്നുന്നത് അയാൾ ചെയ്ത പ്രവൃത്തികളിൽ നമ്മൾ കാണുന്ന നന്മ കൊണ്ടാണ്, അല്ലേ? അപ്പോൾ ഈ ചെയ്ത പ്രവൃത്തികൾ, ഈ ചെയ്ത ഭീകരാക്രമണങ്ങളെല്ലാം നന്മയായി കണ്ടുകൊണ്ടാണ് ഇദ്ദേഹം ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ മനുഷ്യൻ്റെയൊക്കെ മാനസികാവസ്ഥ എന്നുള്ളത് അതീവ ഭീകരം എന്നല്ലാതെ ഒന്നും പറയാനില്ല. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ കുട്ടികളെയൊക്കെ 1-2 ഹമാസിൻ്റെ നേതാക്കളെയൊക്കെ പൊക്കി കാണിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും പറയാനില്ല. തികച്ച് സ്വാഭാവികമായ ഒരു നടപടി മാത്രം എന്നേ പറയാവുള്ളൂ. നമ്മൾ വളരെ സമാധാനപൂർവ്വം ജീവിച്ചു പോകുന്ന ആൾക്കാരാണ് മലയാളികളെന്ന് പറയുന്നത്. അതിൻ്റെ ഇടയിലേക്ക് ഇത്തരം പുഴുക്കുത്തുകളെ കൊണ്ടുവന്ന് കയറ്റി ആ ഒരു സമാധാന അന്തരീക്ഷം, ഈ പറയുന്ന മതേതരത്വ അന്തരീക്ഷം തകർക്കാൻ വേണ്ടി ഇറങ്ങുന്ന ഇത്തരം തീവ്രവാദികളെ കണ്ടുപിടിക്കുകയും നാട്ടിൽ നിന്നും പറ്റുമെങ്കിൽ ഇവനെയൊക്കെ എവിടെയെങ്കിലും പറഞ്ഞു വിട്ടെങ്കിൽ പറ്റുമെങ്കിൽ അങ്ങ് തന്നെ പാലസ്തീനിൽ തന്നെ അങ്ങ് പറഞ്ഞു വിട്ടേക്കുക. ഇവിടെ വേണ്ട ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും. മനസ്സിലായില്ലേ? അപ്പോൾ അത്രയേ ഉള്ളൂ. മറ്റൊരു വിഷയമായി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.